നോക്ക് ദിയാ, കുഞ്ഞി ക്യാമറ. നോക്ക് എത്ര കുഞ്ഞിതാ. ആണോ? എടുത്തു നോക്കി എങ്ങനെയാണ് കോണ് വെച്ച് കയറും. ഒരു ഐഡിയ ഇല്ല കേട്ടോ ഫ്രണ്ട്സ്. പല്ലൊക്കെ ഇരുമ്പിന്റെ ആണല്ലോ. പല്ല് കൊഴിഞ്ഞപ്പോ സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പം ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ഊട്ടിയിലത്തെ ബോട്ട് ഹൗസിന് തൊട്ടിപ്പുറത്തുള്ള ഒരു പാർക്കിലാണ്. തണ്ടർ വേൾഡ് ആണ് കേട്ടോ. അപ്പം ഇതൊരു അഡ്വഞ്ചർ പാർക്കാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ വന്നതാണ് ഗൈസ്. അതെ, കുറെ റൈഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ യൂട്യൂബിൽ കുറെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് പോകുന്നത്. ആദ്യമായിട്ടാണ് വരുന്നതും. അപ്പം നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് അറിയുള്ളൂ അവിടെ എന്തൊക്കെയുണ്ട് എന്ന് അറിയുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലോട്ട് പോയി നോക്കാം. ഫ്രണ്ട്സ്, അപ്പം സൂപ്പർ കോംബോ എന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനാണ് എടുത്തത്. ഞാനും ദിയമോളും അല്ലേ പോണത്. ഞാനും ദിയമോളും മാത്രമേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുള്ളൂ. ഞങ്ങളുണ്ട്, ഒരാൾക്ക് 3 പേർക്കുള്ള ടിക്കറ്റ് എടുക്കുന്നുണ്ട്. ആണോ? എൻട്രി സൂപ്പർ കോംബോയിൽ സ്നോ വേൾഡിലും കയറാൻ പറ്റും കേട്ടോ ഗൈസ്. സ്നോ വേൾഡിലും കയറാൻ എല്ലാത്തിനും ഒരാൾക്ക് എത്ര? 590. 590. തൽക്കാലം എടുത്തിട്ടുണ്ട്. കയ്യിലൊട്ടിക്കണം. ലണ്ടൻ ബസ്സാണ് കാണുന്നത്. 2 നില ബസ്സില് ചേട്ടയുടെ മേഖല. ഇവിടെ നമുക്ക് ഇങ്ങനെ പോവാം. ഷോർട്ട് എടുത്തേക്ക് ചുമ്മാ കുറച്ച് ഫോട്ടോസൊക്കെ. ഇത് കുറച്ച് പുതിയതാണ്. ഇതൊക്കെയാണ് പഴയ ക്യാമറകളുടെ. ദേവുന് കേട്ടൊക്കെ പഠിക്കാനുണ്ടാവും ഇതൊക്കെ. കണ്ടോ ക്യാമറ? അത് പണ്ട് മറ്റേ മാമുക്കോയുടെ ഒരു സിനിമയിലില്ലേ, സ്മൈൽ സ്മൈൽ, അതിൽ ഇങ്ങനത്തെ ക്യാമറയാണ് കേട്ടോ. 1985. ഇതൊക്കെ ഉണ്ടല്ലോ കർട്ടന് മുന്നിലിട്ടിട്ടുണ്ട്. കർട്ടൻ പോന്നി അങ്ങനെ എന്തോ ആണ് ഈ സംഭവം, ഈ ക്യാമറ എന്ന് തോന്നുന്നു കേട്ടോ. സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? ചിലതൊക്കെ പുതിയതുണ്ട്. ഒരു 1999 ആ ഒരു മോഡൽ. ഇതിലൊക്കെ ഉണ്ട്. നോക്ക് ദിയാ, കുഞ്ഞി ക്യാമറ. എത്ര കുഞ്ഞിതാ. തീപ്പെട്ടിക്കൂടിന് എത്ര വലിപ്പമുണ്ടോ. ഇതുകൊണ്ട് എങ്ങനെ ഫോട്ടോ എടുക്കുക? അത് ചേട്ടൻ ഇതുകൊണ്ട് എങ്ങനെ ഫോട്ടോ എടുക്കുക ചേട്ടൻ? മ്യൂസിയം. തോക്ക് വരുത്തെ. അതിന്റെ പേരെന്താ? മെഷീൻ ഗൺ. എത്ര കാലം പഴക്കമുള്ളതായിരിക്കില്ല അതൊക്കെ. തുരുമ്പിടിച്ച സംഭവം.
പഴക്കം കൂടുതലായിരിക്കും. അതെ അതെ അതെ. 1927. ഇത് 1928 ക്യാമറയാണ്. ചെറിയ മഞ്ച പോലെ ഇരിക്കുന്നു. ചെറിയ ലെൻസാണ് പക്ഷെ വലിയ ബോഡി പാർട്സ്. വലിപ്പം കൂടുന്തോറും പഴക്കം കൂടും. വേൾഡിലത്തെ ലാർജസ്റ്റ് ക്യാമറ. ആണോ? അതൊക്കെ എടുത്തതൊക്കെ എങ്ങനെയാണ് കോണി വെച്ച് കയറും. ഇത് എത്രയിലാണ് ഉണ്ടാക്കിയത്? 1900. പക്ഷെ ഇത് എങ്ങനെയാട്ടെ കാണുക? ഒരു ഐഡിയ ഇല്ല കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണ്ടല്ലോ അല്ലേ? നമുക്ക് നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോവാം. കയറട്ടെ? ചേട്ടാ എനിക്ക് കുറച്ച് പേടിയുണ്ട്. ഇതങ്ങോട്ടൊന്നുമല്ല, വേറെ സംഭവം. എന്താ സംഭവം? മോളെ കിടക്കണത് ഇങ്ങോട്ട് വാ. അമ്മേ എന്താണ്? ഞാൻ വിചാരിച്ചു നമുക്ക് തപ്പിത്തടയുന്നു വിചാരിച്ചു. അതെ. അത് നമ്മൾ കണ്ടല്ലേ? ശരി. ആണോ? പപ്പയ്ക്ക് ഫോട്ടോ എടുത്തിട്ട് മതിയാവണില്ല. ഇത്രയും ക്യാമറകൾ ഒന്നിച്ച് കണ്ടെത്തിയിട്ടില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോവാം. 3rd ആയിന്ന് നമ്മൾ ഇറങ്ങി. ഇനി നമുക്ക് ട്രിക്ക് ഐയിലോട്ട് കയറാം. 3D ആർട്ടാണ്. നമ്മൾ ചുമരുമലൊക്കെ ഇങ്ങനെ ഫ്രൂട്ടിന്റെ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട്. അതാണ്. റിയമോൾ കുപ്പിക്കകത്ത് കുടുങ്ങി. രക്ഷിക്ക് റിയമോൾ, രക്ഷിക്ക്. ഏതോ ഒരു അലവരാതി മീൻ.
ഇവിടത്തെ ഏകദേശം നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഫ്രണ്ട്സ്. അപ്പം നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് ഇനി ബാക്കി റൈഡുകളിൽ കയറാം. ഫ്രണ്ട്സ് ഫുഡൊക്കെ കഴിച്ചു, പക്ഷെ കൈ കഴുകാൻ വെള്ളമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു സംഭവമുണ്ട്, അതിന് ഞങ്ങൾ കുടിവെള്ളത്തിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് കൈ കഴുകി എത്രയും ആൾക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കി റൈഡുകളിൽ നമുക്ക് കയറാം. സ്നോ വേൾഡിൽ നമ്മൾ ലാസ്റ്റാണ് കേട്ടോ കയറുന്നത്. സ്നോ വേൾഡിലും റെയിൻ ഫോറസ്റ്റിലും നമ്മൾ ലാസ്റ്റാണ് കയറുന്നത്. ഞങ്ങൾ ഡൈനോസർ പാർക്കിലേക്ക് കയറാൻ പോവാണ്. ഇന്ത്യസ് ലാർജസ്റ്റ് ഡൈനോസർ പാർക്ക് എന്ന് അവിടെ എഴുതി വെച്ചേക്കണം. ഇത് ഡൈനോസറിന്റെ അസ്ഥികൂടം വെച്ചേക്കുന്ന സ്ഥലമാണ്, സ്കെൽട്ടൺ. അതാണ് ബിഗ് ഫുഡ് എന്ന് എഴുതിയേക്കുന്നത്, അതാണെന്ന് തോന്നുന്നു. താഴെ പോകുന്നത് പ്ലാസ്റ്റിക് കൊടുക്കുന്നത് ഉണ്ടോ ഞാൻ പല്ലൊക്കെ ഇരുമ്പിന്റെ ആണല്ലോ. പല്ല് കൊഴിഞ്ഞപ്പോ ഇതാ അങ്ങോട്ട് നോക്കുന്നേപ്പോ ഇതെന്താ അതിന്റെ കാലാണ് കേട്ടോ. അതോ ഇത്ര വലുതോ? അതിന്റെ ഒരു വിരലിന്റെ വലിപ്പമുള്ളൂ നമ്മുടെ കൈ. അതെ, അത്രയില്ല. ഫസ്റ്റ് നമുക്ക് ഈ ഒരു പാർക്കിന്റെ സെക്ഷനിൽ കാണാം. അവിടെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ പുറത്ത് ബിലോ 5 years ഓൾഡ് കുട്ടികൾ മാത്രമേ കയറാൻ പറ്റുള്ളൂ. എനിക്കൊന്നും കയറാൻ പറ്റില്ല. പിന്നെ അവിടെ ഒരു ഡൈനോസറിന്റെ എഗ് ഉണ്ട് കേട്ടോ, അതിന്റെ ഉള്ളിൽ നമുക്ക് കയറി നിൽക്കാം. ഇതൊക്കെ എവിടുന്ന് പക്ഷെ ഇതുണ്ടല്ലോ ഇതൊക്കെ എവിടുന്ന് മനസ്സിലാക്കി? ഇതൊക്കെ ഞാൻ ഡയനയിലും ഡ്രോമിലും കണ്ടതാ. ആണോ? ദിയമോള് കാണുന്നതിന്റെ കൂട്ടത്തിൽ ഞാനും കാണും. ഇവിടെ മഞ്ഞുള്ള സമയത്ത് എന്ന് വെച്ചാൽ കോടം തണുപ്പുള്ള സമയത്ത് ഇവിടെ വന്നിരിക്കാൻ രസമായിരിക്കും. പക്ഷെ ഇപ്പൊ വെയില. അതാ ദിയമ്മക്ക് അത് ഇഷ്ടമാണ്, കാരണം അതില് ഡയന ഇരുന്നിട്ടുണ്ട്. ഡയന റോമി സൗണ്ട് കേൾക്കണ്ടമ്മ. ഇതിനകത്ത് അതാ വാലാട്ടുന്നത്. ഹലോ, ഡിനോസറിന്റെ കുട്ടിയാണോ അത്? ഇതിന്റെ ഉള്ളിൽ കയറുകയാണ്. അങ്ങോട്ടൊക്കെ ഞാനിവിടെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് ഈ ഡൈനോസറിന്റെ എല്ലാത്തിന്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട്. ആണോ? ഒരു ഡിനോസർ പൊട്ടി മുട്ടത്തോട് പൊട്ടി വരുന്നുണ്ടോ? അതെ, അത് നമ്മളെക്കാളും വലുപ്പമുണ്ട് മുട്ടത്തോട് പൊട്ടി വരുന്നത്. ഓ, എന്ത് വലുപ്പാ! ഇവിടേക്ക് എനിക്ക് നോക്കാൻ തന്നെ പറ്റില്ല. അതാ വായ അനങ്ങണ്ടോക്ക്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒച്ച വരുന്നുണ്ട്. ഒറിജിനലാണോ? കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് മൈ ഇന്ത്യയിലോട്ട് കയറാം. അവിടെ മറ്റേ ഇന്ത്യ ഗേറ്റും താജ്മഹലും അതൊക്കെയാണുള്ളത്. അല്ല, ഇത് പള്ളിയാണോ? ഇഞ്ഞ് വേളാങ്കണ്ണി ഇല്ലേ, വേളാങ്കണ്ണി മാതാവ് എന്നൊക്കെ പറയില്ലേ? വേളാങ്കണ്ണി ഇവിടെ പള്ളിയുടെ വലുപ്പം അതെ. വേളാങ്കണ്ണി, അതെ, വേളാങ്കണ്ണി പോവാത്തവർക്ക് ഇത് കാണാമല്ലോ അല്ലേ നമ്മള് വീട്ടില്. ഇവിടെ എഴുതിയിട്ടില്ലല്ലോ, ഇത് അമ്പലമാണ്. ഇത് അമ്പലമാണ്. ലോട്ടസ് ടെമ്പിൾ. ഇത് ഞാൻ SS പഠിച്ചിട്ടുണ്ട്. ലോട്ടസ് ടെമ്പിൾ ആണ് കേട്ടോ ഗൈസ്. ഇത് ലോട്ടസിന്റെ ഒരു ആകൃതിയിൽ നിൽക്കുന്ന മനുഷ്യന്മാർ ഇവിടെ നിൽക്കണുണ്ടോ? ആൾക്കാർ ഇവിടെ നിൽക്കണുണ്ടോ? ഉണ്ടോ? എവിടെയാ സ്ഥലം? ഇത് ഡൽഹിയിലല്ലേ? ആണോ? ആയിരിക്കും. അത് പഠിച്ചില്ല. ഇത് ഞാൻ 3ാം ക്ലാസ് ആൾക്കാരാണ് കേട്ടോ നിൽക്കണത്. അത് ഡൽഹിയിലാണ്. അച്ഛൻ പോയിണ്ടല്ലോ ലോട്ടസ് ടെമ്പിളില്. ഔറംഗാബാദത്തെ എല്ലോറ കേവ്, മറ്റേ മഞ്ഞുമൽ ബോയ്സത്തെ ഗുണാക്കിയമാര്. ഇത് മനിതക്കുള്ള മനിതക്കാതല്ലേ? അതേ മറ്റേ കേരള
ഹവാമഹൽ, താജ്മഹൽ കേട്ടിട്ടുണ്ട്, ഹവാമഹൽ ഇതുവരെ കേട്ടിട്ടില്ല. ജയ്പൂർ. അടുത്തത് ഗോൾഡൻ ടെമ്പിൾ, ഇത് ഞാൻ കേട്ടിട്ടുണ്ട്, പഞ്ചാബ്. ഭോപ്പാൽ ഇൻഡസ്ട്രിയൽ ട്രാജഡി ട്രാജഡി താജ്മഹലാണ് തോന്നുന്നു. ഞങ്ങള് ഈ ഒരു മ്യൂസിയത്തിൽ നിന്ന് ഞങ്ങൾ പുറത്തിറങ്ങുകയാണ്. ഇനി നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോകും. 5D തിയേറ്ററിലാണ് കേട്ടോ കയറാൻ പോകുന്നത്. കഴിഞ്ഞിട്ട് ഹോണ്ടഡ് ഹൗസ് ഫ്രണ്ട്സ്. 5D തിയേറ്ററിൽ കയറിയിരിക്കുകയാണ്. എല്ലാവരും സെറ്റാണ്. തുടങ്ങി വീഡിയോ എടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഇറങ്ങിയിട്ട് എക്സ്പീരിയൻസ് പറയാം. എനിക്കൊന്നും കാണുന്നില്ല, പക്ഷെ ഭയങ്കര പുലുക്കം. മങ്ങിയ പോലെ അല്ലേ? ഒരു ക്ലിയർ ഇല്ല. ഒന്നും കാണില്ല. രസം ഉണ്ടാവുമായിരുന്നു. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പേടിച്ചിട്ടല്ലേ ഞാൻ തെറിച്ചു വന്ന് വെച്ചിട്ട്. ഇനി നെക്സ്റ്റ് ഹോണ്ടഡ് ഹൗസിൽ കയറാം. അയ്യോ, വലിയ സംഭവം ഉണ്ടാവില്ല, കുറെ അലർച്ച ഉണ്ടാവുന്നല്ലേ. അത്രേ ഉള്ളൂ. Run. ഒന്നുമില്ല, ഇരുട്ടായതുകൊണ്ടുള്ളത് മാത്രമേ ഉള്ളൂ. അതൊരു ചേച്ചി പെണ്ണ് കരഞ്ഞോണ്ട് പോണു. വെച്ച് കറങ്ങുള്ളൂ, ലൈറ്റല്ലേ കറങ്ങുള്ളൂ. നമുക്ക് കറങ്ങണവർ തോന്നൂലേ? ദിയാ തല ഇറങ്ങുമ്പോ കണ്ണടച്ചായിട്ടോ. ആ അതേ മുന്നേ പോയിക്കോ. അപ്പൊ ഇനി നെക്സ്റ്റ് അറ്റ് ലാസ്റ്റ് നമ്മൾ സ്നോ വേൾഡിൽ കയറാൻ പോവാണ്. ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ജാക്കറ്റും ബൂട്ടും ഗ്ലൗസൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. എന്തായാലും എങ്ങനെ തണുപ്പ്. കയറി ഇപ്പൊ ഒന്നുകൂടെ കയറാൻ വേണ്ടി പോവാ. ഭയങ്കര തണുപ്പാണ്. ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണാവോ? മഞ്ഞൊന്നും വലിയൊരു സുഖമല്ല. അത് മാത്രല്ല, നമ്മളതിന്റെ ഉണ്ടോ ബൂട്ടിന്റെ അടിയുണ്ടോ കട്ടല്ല. മറ്റേത് നമുക്ക് നല്ല കട്ടുള്ള സാധനം കിട്ടാം. അതല്ല, തന്നെ വീഴുന്ന സാധനമാണ്. അപ്പോൾ തണുപ്പ് അത്യാവശ്യം കയറി വരുന്നുണ്ട്. ഇനി നിന്ന് കഴിഞ്ഞാൽ ജലദോഷവും ചുമയൊക്കെ വരാൻ സാധ്യത ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. അവരത് നടന്നു വരുന്നുണ്ട്. പുറത്തുനിന്ന് ആദ്യമായിട്ട് വരുമ്പോൾ അതേമാതിരി വഴിക്കാൻ പോകും. കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാവും. കളിച്ചു കഴിഞ്ഞു.
പൊളിയായിരുന്നു ഗൈസ്. മോളതാ തണുത്തിട്ട് സ്നോ പാർക്ക് കേറി ഇറങ്ങി ഉടനെ തന്നെ ജസ്റ്റ് ഒന്ന് എടുത്തായിരുന്നു. ശരിക്കും എന്റെ കാശ്മീരൊക്കെ മഞ്ഞിൽ പോയ വരെ തന്നെ ഉണ്ടല്ലോ തണുപ്പ്. കോഴിക്കോടുണ്ടല്ലോ സ്മോളർ ഒരു സാധനമല്ലോ. ബൈ ബൈ. ഫ്രണ്ട്സ്, ദിയമോള് ലണ്ടനിൽ പോയി വന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ലണ്ടനൊക്കെ? എന്ത് നെഞ്ചത്തടിയായിരുന്നു. അതെ അതെ അതെ. ഫ്രണ്ട്സ്, ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് ചിലപ്പോൾ ആ പാർക്കിൽ പോകുന്നുണ്ടാവും. അതിൽ ഞാൻ പ്രിൻസസ് പോകും. പ്രിൻസസ് കാർഡാണെങ്കിൽ മറ്റേ ആ ലുട്ടാപ്പിൻ്റെ ഇടും. ലുട്ടാപ്പി അല്ല, എന്തേനും മറ്റേ ചോട്ടാപ്പിയിൽ പാർക്കിൽ കയറാൻ വേണ്ടി 120 രൂപയാണെന്നാ പറഞ്ഞത്. എൻ്റെ അടുത്ത് 100 രൂപ ഉണ്ടായിരുന്നുള്ളൂ. 10 എൻ്റെ പോക്കറ്റ് കിട്ടിയ അപ്പോൾ ഇത് നല്ല രസമില്ല പറഞ്ഞിട്ട് ഇങ്ങനെ 20 രൂപ കിട്ടി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. ഫ്രണ്ട്സ് സർവ്വതരത്തി നമ്മൾ കട്ടാക്കി. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ പോവുകയാണ്. എങ്ങോട്ട് എങ്ങോട്ട്? പാർക്കിക്ക്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ കാണുന്ന എല്ലാ റൈഡിലും കയറാൻ പറ്റും കേട്ടോ. വലിച്ച പ്രിൻസസിനെ കൊണ്ടുപോവാണ്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ റൈഡൊക്കെ കഴിഞ്ഞു. നമുക്ക് ആരും അറിഞ്ഞില്ല. ഫ്ലാഗിന്റെ ആ ഒരു മോഡല് രാത്രിയായിരുന്നു അല്ലേ എവിടെ പ്രോഗ്രാം? അതെ, രാത്രിയാണ് ഇവിടുത്തെ രസം. കറക്റ്റ് ബാഹുബലിയിൽ അതേ രൂപത്തിൽ തന്നെ ഉണ്ടായി. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ തണ്ടർ ബേർഡിലൊക്കെ കയറി നല്ലോണം എൻജോയ് ചെയ്തു. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ റൈഡിലും കയറാൻ പറ്റി. അപ്പോൾ ഇപ്പം സമയം 7 മണിയായിട്ടുണ്ട്. എന്നിട്ട് കണ്ടോ, വിളിച്ചു കണ്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്ര. നാളെ നമ്മൾ റൂം വെക്കേറ്റ് ചെയ്തിട്ട് തിരിച്ച് കേരളയിലോട്ട് പോകും ഗൈസ്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതാ അവർ പറയുന്നത്, വലിയ വണ്ടി പോയിക്കോട്ടെയാണ് മാറി കൊടുക്കുക. ആക്രമണകാരികളായ കട്ടുപത്തല്ല. ശ്വാസം പിടിച്ചാൽ ഞാൻ